ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ശരിയായ തീരുമാനമായിരുന്നു ഈ ഭാര്യയെ കല്യാണം കഴിച്ചതെന്ന് തോന്നാറില്ലേ? കല്യാണം കഴിക്കുന്ന മുമ്പ് എന്നാലും ഇത്ര നല്ല നമ്മള് അത് സത്യമുണ്ട് വീണ. നമ്മള് ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കുന്നു, ആഗ്രഹിച്ചാണ് കമ്പ്യൂട്ടർ വാങ്ങിക്കുന്നത്. ഈ കമ്പ്യൂട്ടർ വാങ്ങിച്ചു കഴിയുമ്പോഴാണ് നമ്മളാണോ ഇതിലും നല്ലത് വേറെ ഉണ്ടായിരുന്നു എന്ന് നമ്മള് എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെ തന്നെയാണോ? അതല്ലേ ഞാൻ പറഞ്ഞ കമ്പ്യൂട്ടറാണ്. ഭാര്യ 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 വേറെ കമ്പ്യൂട്ടർ വേറെ. അതെനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചേ ഈ നാഷണൽ അവാർഡൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും സെലിബ്രിറ്റി ഇത്തിരി സീരിയസ് ആയിരുന്നു. ഇല്ല അല്ലേ, യഥാർത്ഥ സെലിബ്രിറ്റി ഈ ലെവൽ തന്നെയാണല്ലേ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും തോന്നിയായിരുന്നു കുറച്ചിനി സീരിയസ് പിടിച്ചേക്കാം എന്നുള്ളൊരു സാധനം വന്നായിരുന്നു എപ്പോഴെങ്കിലും? എങ്ങനെ? അങ്ങനൊന്നുമില്ല. അതിനെ പിടിക്കാൻ പറ്റിയ സാധനമല്ലല്ലോ സീരിയസ്. അങ്ങനൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ തന്നെ അത്രേ ഉള്ളൂ. അത്ര കണ്ടിട്ടുള്ളൂ ജീവിതത്തിൽ. ഇങ്ങനെ ജീവിതം ചേട്ടൻ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഭയങ്കര അത്രേ കണ്ടിട്ടുള്ളൂ. സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ പിന്നെ സ്റ്റേജ് പ്രോഗ്രാമുകൾ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ പോകാറില്ല. അല്ലേ? അതിന്റെ കാലം കഴിഞ്ഞിന്റെ. ശരിയാ, അത് കാലം കഴിഞ്ഞു. ആദ്യകാലത്ത് ഈ മാവേലി കൊമ്പത്തൊക്കെ ചെയ്യുന്ന സമയത്തുള്ള സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ചെയ്യുമ്പോഴേ എപ്പോഴെങ്കിലും ഇറങ്ങി ഓടേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ ചേട്ടാ? ഇല്ല, അത്രക്കൊന്നും എത്തിയിട്ടില്ല. അതിന്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. അതെന്താ? ഏതെങ്കിലും ഉത്സവ പറമ്പിലാണോ? എവിടെ വെച്ചാണ് പരിപാടി അവതരിപ്പിച്ചത്? അല്ല, അങ്ങനെ നമ്മള് കുറച്ച് പോപ്പുലറായ ടീം തന്നെ ആയിരുന്നു. അല്ലാണ്ട് കലാഭവൻ സാഗർ അങ്ങനെ പ്രൊഫഷണൽ ട്രൂപ്പിൽ തന്നെ ആയിരുന്നു. അങ്ങനെ ആൾക്കാരങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടെക്കൊന്നും വിടാനുള്ള എല്ലാം കഴിവുള്ള ആൾക്കാരല്ലേ അവരൊക്കെ. ദിലീപ്, നാദിർഷ, അബി, നാരായണൻകുട്ടി, കലാഭവൻ മണി, നൗഷാദ്, ജയൻ എന്നൊക്കെ പറഞ്ഞ കഴിവുള്ള ആൾക്കാരാണ് അവര്. അല്ലാണ്ട് അവര് അന്ന് ഇതേപോലെ അല്ലല്ലോ, നിസ്സാര മിമിക്രിക്കാരല്ലേ ഉള്ളൂ. അവരെ കാരണം സ്റ്റാർസ്, അടുത്ത സ്റ്റാർസാണ് ഇവരെന്നുള്ള രീതിയിൽ തന്നെ കാണുന്നത്. നമുക്കറിയില്ല, ആളുകൾ അങ്ങനെയാണ് കാണുന്നത്. ഇപ്പൊ കോളേജിലല്ലേ എന്റെ ഓട്ടോഗ്രാഫിൽ എല്ലാവരും ഇത് സിനിമാ നടനാകുമ്പോ ഞങ്ങളെ മറക്കരുത്, സിനിമാ നടനാകുമ്പോ ഞങ്ങളെ മറക്കരുത് എന്നാണ് ഒട്ടുമിക്ക ആൾക്കാർ എഴുതിക്കണത്. പിന്നെ എല്ലാവരും കമ്പനി ഉണ്ട്, എല്ലാവരും. ചേട്ടാ, ഈ ലൊക്കേഷനിൽ അടിച്ച കോമഡികൾ, കൗണ്ടറുകൾ അതൊക്കെ എപ്പോഴെങ്കിലും പിന്നീട് തലവേദനയായി മാറിയിട്ടുണ്ടോ? തലവേദനയായിട്ട് മാറിയിട്ടില്ല. ഇല്ല അല്ലേ? അങ്ങനെ ലൊക്കേഷനിലിരുന്ന് കൗണ്ടർ അടിക്കുന്ന ഒരാളാണോ ചേട്ടൻ? പിന്നെ അല്ലാണ്ട് വേറെ പണി? ശരിയാ, അതെ, വേറെ ഒരു പണിയില്ലല്ലോ. പക്ഷെ ഇപ്പൊ അതൊക്കെ കുറവാണ്. ഈ കാരവൻ കൾച്ചർ വന്നോടുകൂടി ചുറ്റും കൂടി ഇരിക്കുക എന്നൊക്കെ പറയണ